നാഗൈനിക 3യുടെ എപ്പിസോഡ് 3ലേക്ക് എല്ലാവർക്കും സ്വാഗതം. അടുത്ത സീനിൽ മഹി ഇൻസ്പെക്ടറെ വിളിച്ചിട്ട് എങ്ങനെയാണ് ഇതെല്ലാം സംഭവിച്ചതെന്ന് കണ്ടുപിടിച്ചതെന്ന് ചോദിക്കുകയാണ്. ഈ സമയം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിനിടയിൽ സ്വിമ്മിംഗ് അറിയാവുന്ന കരണിന് എങ്ങനെയാണ് ഇതെല്ലാം സംഭവിച്ചതെന്ന് റിഹാൻ പറയുമ്പോൾ മദ്യപിച്ചത് കൊണ്ടാണ് കരണിന് രക്ഷപ്പെടാൻ കഴിയാത്തതെന്ന് RJ പറയുകയാണ്. എങ്ങനെ സംഭവിച്ചതായാലും കരൺ മരിച്ചില്ല, ഇപ്പോൾ കോമയിലാണ്. ക്യാഷ് കൊടുത്ത് ഈ പ്രോബ്ലം എങ്ങനെയെങ്കിലും സ്റ്റോപ്പ് ചെയ്യാനുള്ളതെന്ന് യുവി പറയുകയാണ്. ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്താൽ അവർക്ക് നമ്മൾ അന്ന് കണ്ടതെല്ലാം അറിയാൻ കഴിയുമോ എന്ന് ബുൾട്ട് പറയുന്ന സമയം അത് കേട്ട് അവിടെ വരുന്ന മഹി എന്താണ് കണ്ടതെന്ന് ചോദിക്കുകയാണ്. അത് കേട്ട് എന്ത് പറയണമെന്നറിയാതെ എല്ലാവരും ഇരിക്കുമ്പോൾ യുവി മഹിയോട് ഇങ്ങനെ ഒരു നല്ല അവസരത്തിൽ നടന്ന ആക്സിഡന്റ് ആരും ഓർമ്മിക്കാനാണ്, കരൺ ജസ്റ്റ് ഒരു മാനേജർ മാത്രമാണ്, അവൻ എന്ത് സംഭവിച്ചാലും എങ്ങനെ സംഭവിച്ചാലും ആരും ഓർമ്മിക്കാനാണ്, ആര് ശ്രദ്ധിക്കാനാണ് എന്ന് യുവി പറയുന്നത് കേൾക്കുന്ന മഹി ഈ വിവാഹം നടന്നാലും ഇല്ലെങ്കിലും ഉറപ്പായി ഇൻവെസ്റ്റിഗേഷൻ നടക്കും, അവൻ മാനേജർ ആയാലും ഓണർ ആയാലും ഞാനുള്ളപ്പോൾ ഒരു തെറ്റ് സംഭവിക്കാൻ പാടില്ല, അതിന് ഞാൻ സമ്മതിക്കില്ല എന്ന് പറയുകയാണ് മഹി. അടുത്ത സീനിൽ ബേലയുടെ അച്ഛൻ ഈ വിവാഹത്തിനെ കുറിച്ച് ഒന്നുകൂടി ആലോചിച്ച് നോക്കാമെന്നും ഇന്നലെ സംഭവിച്ചത് ഭഗവാൻ നമുക്ക് ആലോചിക്കാൻ ഒരു അവസരം തന്നതാണെങ്കിലോ എന്നൊക്കെ പറയുകയാണ്. ഇന്നലത്തെ ദിവസം നല്ല ദിവസമല്ലായിരുന്നു എന്ന് പറഞ്ഞ് എന്റെ ജീവിതം മുഴുവൻ നല്ലത് നടക്കില്ല എന്ന് പറയാൻ കഴിയുമോ, ഈ വിവാഹം നടക്കും എന്ന് ബേല ഉറപ്പിച്ച് പറയുകയാണ്. ഇതെല്ലാം ആ സമയം അവരുടെ റൂമിന്റെ അടുത്തുകൂടി പോകുന്ന മഹി കേൾക്കുന്നു. എന്റെ ഭാഗ്യത്തിൽ അസൂയുള്ള ഒത്തിരി പേരുണ്ടാകും, പക്ഷേ എന്റെ ഭാഗ്യത്തിൽ കളിയാക്കി ചിരിക്കുന്നവർ ആരും ഉണ്ടാകില്ല, പിന്നെ ഞാൻ എന്തിനാണ് എന്റെ ഭാഗ്യത്തിൽ കരയുന്നത്. പിന്നെ ഒരു കാര്യമുണ്ട്, ഈ വിവാഹത്തോടെ അച്ഛന്റെ ബാങ്ക് ബാലൻസ് കാലിയാകും, ഞാൻ കാരണം സുഹാനിക്ക് ഒരു ജീവിതം കിട്ടുന്നതിൽ ഞാൻ സന്തോഷിക്കുകയല്ലേ വേണ്ടത്. സുമി ആന്റിയും മഹി ഏട്ടനും എനിക്ക് ഒരിക്കലും ഒരു പ്രശ്നവും ഉണ്ടാവില്ല എന്ന് ഗ്യാരണ്ടി തന്നിട്ടുണ്ട്, എനിക്ക് അവരെ വിശ്വാസമാണ് എന്ന് ബേല പറയുന്നത് കേട്ട് മഹി അവിടെ നിന്ന് പോകുമ്പോൾ പുറകെ നാഗമായ വിഷുവും പോവുകയാണ്. ഈ സമയം സുമിത്ര ഫംഗ്ഷന്റെ കാര്യങ്ങളെല്ലാം റെഡിയായോ എന്ന് സ്റ്റാഫിനോട് ചോദിക്കുമ്പോൾ അവിടെ വരുന്ന മഹി എല്ലാ കാര്യങ്ങളും റെഡിയാക്കിയിട്ടുണ്ട്, കരണിന്റെ ആക്സിഡന്റിന്റെ ഇൻവെസ്റ്റിഗേഷൻ ഈ ഫംഗ്ഷനെ ബാധിക്കില്ല എന്ന് പറയുകയാണ് മഹി. ഈ കാര്യം സൈകൾ കേൾക്കുന്നു. സൈകൾ മഹിയോട് ദേഷ്യപ്പെടുകയാണ്. ഇതെല്ലാം പുറത്തു നിൽക്കുന്ന നാഗമായ വിഷു കേൾക്കുന്നു. എന്റെ മക്കളുടെ വിവാഹമാണ് നടക്കാൻ പോകുന്നത്, അവർ വലിയ പണക്കാരുടെ മക്കളെയല്ല വിവാഹം കഴിക്കുന്നത്, എന്നിട്ടും ഞാൻ എന്റെ ക്യാഷ് മുഴുവൻ അതിനു വേണ്ടി ചിലവാക്കുകയാണ്. ശർമ്മയെ പോലുള്ള റിച്ചും ബിസിയുമായ കുറെ ആളുകളും ഇൻവെസ്റ്റിഗേഴ്സും വരുന്ന ഫംഗ്ഷനാണ്, എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ അവർ ഒരിക്കലും തിരിച്ചു വരില്ല എന്നൊക്കെ പറയുകയാണ്. ഒരു പ്രശ്നവും ഫംഗ്ഷനിൽ ഉണ്ടാവില്ല എന്ന് മഹി സൈകളിന് വാക്കു കൊടുക്കുകയാണ്. സൈകൾ മഹിയുടെ വാക്ക് വിശ്വസിക്കുന്നു. ഇതെല്ലാം കാണുന്ന സുമിത്ര ഫംഗ്ഷന്റെ സമയമായി, രണ്ടുപേരുടെയും ഫംഗ്ഷൻ ഒരുമിച്ച് നടക്കും, സമയത്തിന് ഡാഡിയെ വിളിച്ചുകൊണ്ട് വരണമെന്ന് മഹിയോട് പറഞ്ഞിട്ട് സുമിത്ര അവിടെ നിന്നും പോകുന്നു. ഇൻവെസ്റ്റേഴ്സ് വന്നാൽ സ്ഥലം കാണിച്ചു കൊടുക്കാൻ വേണ്ടി വിളിച്ചുകൊണ്ട് പോകാമെന്ന് സൈകൾ മഹിയോട് പറയുന്നത് വിഷു കേൾക്കുന്നു. ഈ ആഘോഷം ദുഃഖത്തിലാക്കാനുള്ള അവസരം എപ്പോഴും കിട്ടില്ല എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ നിൽക്കുകയാണ് വിഷു. അടുത്ത സീനിൽ ഫംഗ്ഷൻ നടക്കുന്ന സ്ഥലത്ത് എല്ലാവരും സന്തോഷത്തോടെ നിൽക്കുകയാണ്. കുഹു RJ അന്വേഷിച്ച് നടക്കുന്നു. RJ ഒരു പെൺകുട്ടിയോട് സംസാരിച്ച് നിൽക്കുന്നത് കാണുന്ന കുഹു ആ പെൺകുട്ടിയെ വഴക്ക് പറയുമ്പോൾ ആ പെൺകുട്ടി അവിടെ നിന്ന് പോകുന്നു. അപ്പോൾ അവിടേക്ക് പൗർണമി ഗോമൂത്രം തളിച്ചുകൊണ്ട് വരികയാണ്. പൗർണമി ഒരു അന്ധവിശ്വാസിയാണ്, ആരെന്ത് പറഞ്ഞാലും അത് വിശ്വസിക്കും. ഒരു പൂജാരി പറഞ്ഞത് കൊണ്ടാണ് പൗർണമി ഇതെല്ലാം ചെയ്യുന്നത്. മറുവശത്ത് യുവി വിഷിന്റെ അടുത്ത് നിൽക്കുകയാണ്. യുവി വരനായത് കൊണ്ട് യുവി ആഗ്രഹിക്കുന്നതെല്ലാം നടക്കും, അതുകൊണ്ട് വിഷു യുവിക്ക് മഞ്ഞൾ ഇട്ട് കൊടുക്കണമെന്ന് പറയുകയാണ് യുവി. വിഷു ഈ ഫംഗ്ഷനിൽ അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന് പറയുകയാണ്. യുവി ഒരു ചാലഞ്ചിലും തോറ്റിട്ടില്ല, ഇതൊരു ചാലഞ്ചായി യുവി അക്സെപ്റ്റ് ചെയ്യുകയാണ്. ഈ ഫംഗ്ഷനിൽ എല്ലാവരുടെ മുന്നിൽ വെച്ച് യുവിയുടെ കവിളിൽ വിഷു മഞ്ഞൾ തേക്കുമെന്ന് പറയുകയാണ്. ഇവർ സംസാരിക്കുന്നത് ബേല കാണുന്നുണ്ട്. പൗർണമി ഗോമൂത്രം തളിച്ച് നടക്കുകയാണ്. പൗർണമിയുടെ പുറകെ പിങ്കിയും പോവുകയാണ്. വിഷു ഡ്രിങ്ക്സും കഴിച്ച് യുവിയെ നോക്കി നിൽക്കുകയാണ്. യുവി വിഷിനെ നോക്കി വിഷിനെ കൊണ്ട് മഞ്ഞൾ തേൽപ്പിക്കുമെന്ന് ആക്ഷൻ കാണിക്കുകയാണ്. ഈ സമയം ഓരോരുത്തരായി വന്ന് യുവിക്കും ബേലയ്ക്കും പ്രഥമിനും സുഹാനിക്കും മഞ്ഞൾ തേച്ചു കൊടുക്കുകയാണ്. വിഷു യുവിയെ നോക്കി നിൽക്കുന്നതും യുവി വിഷിനെ നോക്കി നിൽക്കുന്നതും കാണുന്ന ബേല വിഷമിച്ചിരിക്കുകയാണ്. വിഷു യുവിയെ നോക്കി നിൽക്കുന്നതും മഹിയും കാണുന്നു. ബേല വിഷമിച്ചിരിക്കുന്നതും മഹി കാണുന്നു. മഹി യുവിയുടെ അടുത്ത് പോയി മഞ്ഞൾ ഇട്ട് കൊടുത്തുകൊണ്ട് യുവിയോട് നീ ഇപ്പോൾ ചെയ്യുന്ന കാര്യം ശരിയല്ല എന്ന് പറയുകയാണ്. സത്യമായിട്ട് ഞാനൊന്നും ചെയ്യുന്നില്ല എന്ന് യുവി പറയുന്നത് കേൾക്കുന്ന മഹി വിഷമിച്ചിരിക്കുന്ന ബേലയെ നോക്കിയിട്ട് പ്രഥമിന് മഞ്ഞൾ ഇട്ട് കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. ഈ സമയം പൗർണമി സുമിത്രയെ വിളിച്ച് പ്രഥമിന്റെ അടുത്ത് കൊണ്ടുപോയിട്ട് മഞ്ഞൾ ഇട്ട് കൊടുക്കാൻ പറയുകയാണ്. സുമിത്ര പ്രഥമിന് മഞ്ഞൾ ഇട്ട് കൊടുക്കുന്ന സമയം പൗർണമി യുവിക്ക് മഞ്ഞൾ ഇട്ട് കൊടുക്കുകയാണ്. വിഷിനെ നോക്കിയിരിക്കുന്ന യുവി പൗർണമിയോട് 9 സ്ത്രീകൾ മഞ്ഞൾ ഇട്ടാൽ നല്ലതല്ല, അത് അപശകുനമാണ്, എനിക്ക് അങ്ങനെയാണെങ്കിൽ പ്രഥമിന് അപശകുനം തന്നെയായിരിക്കും, അതുകൊണ്ട് ഒരാൾ കൂടി മഞ്ഞൾ ഇടണമെന്ന് പറയുമ്പോൾ മഞ്ഞൾ ഇടാൻ ആരെ വിളിക്കുമെന്ന് പറഞ്ഞ് കൺഫ്യൂഷനിൽ പൗർണമി ഇരിക്കുമ്പോൾ യുവി വിഷിന്റെ കാര്യം
പറയുകയാണ്. അത് കേൾക്കുന്ന പൗർണമി വിഷിന്റെ അടുത്ത് പോയിട്ട് വിഷിനോട് മഞ്ഞളിട്ട് കൊടുക്കണമെന്നും 9 പേര് മഞ്ഞൾ ഇടുന്നത് നല്ലതല്ല, അപശകുനമാണെന്നും നിങ്ങൾ കൂടി മഞ്ഞൾ ഇട്ട് കൊടുക്കണമെന്നും പറയുകയാണ്. പോകാൻ മടിച്ച് വിഷു നിൽക്കുന്നത് കാണുന്ന പൗർണമി വിഷിന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് നിർബന്ധിച്ച് യുവിയുടെ അടുത്തേക്ക് കൊണ്ടുപോകുന്നു. വിഷു യുവിയുടെ അടുത്തിരിക്കുന്നത് ബേല കാണുന്നു. യുവി വിഷിനോട് എനിക്ക് സമാധാനത്തോടെ പതുക്കെ മഞ്ഞൾ ഇട്ട് തന്നാൽ മതി എന്ന് പറഞ്ഞ് ഇരിക്കുന്ന യുവിക്ക് വിഷു മഞ്ഞൾ ഇട്ട് കൊടുക്കുകയാണ്. ഇതെല്ലാം കണ്ട് വിഷമം വരുന്ന ബേല അവിടെ നിന്ന് പോകുമ്പോൾ അറിയാതെ മഹിയെ തട്ടിയിട്ട് പോവുകയാണ്. ഇതെല്ലാം മഹി ശ്രദ്ധിക്കുന്നു. ഈ സമയം യുവിക്ക് മഞ്ഞൾ തേക്കുന്ന വിഷിന്റെ കണ്ണിൽ യുവിയുടെ മുഖം തെളിഞ്ഞു വരികയാണ്. ദേഷ്യം വരുന്ന വിഷു യുവിയെ കൊത്താൻ ശ്രമിക്കുന്ന സമയം അവിടെ വരുന്ന മഹി വിഷിനെ പിടിച്ചു മാറ്റുകയാണ്. എന്നിട്ട് വിഷിനോട് ഇനി ഒരാൾക്കും കൂടി മഞ്ഞൾ ഇട്ട് കൊടുക്കാനുണ്ട്, എല്ലാ മഞ്ഞളും ഒരാൾക്ക് മാത്രം ഇടുന്നത് ശരിയല്ല എന്ന് പറയുകയാണ്. അത് കേൾക്കുന്ന വിഷു മഹിയോട് ജലസ് ഫീൽ ചെയ്യുന്നുണ്ട്. അല്ലേ, യുവിയെ പോലെ ഗുഡ് ലുക്കിംഗ് ആയിരുന്നുവെങ്കിൽ ഞാൻ വന്ന് നിങ്ങളുടെ മഞ്ഞൾ ചടങ്ങിന് മഞ്ഞൾ ഇട്ട് തരുമായിരുന്നു എന്ന് പറഞ്ഞിട്ട് വിഷു പ്രഥമിന് മഞ്ഞൾ ഇട്ട് കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. ശേഷം വിഷു അവിടെ നിന്ന് പോകുന്നത് കാണുന്ന മഹി വിഷിന്റെ അടുത്ത് പോയിട്ട് വിഷിനോട് യുവിയുടെ അടുത്ത് ഒരിക്കലും വരാൻ പാടില്ല എന്ന് പറയുകയാണ്. അത് കേൾക്കുന്ന വിഷു ഈ കാര്യം യുവിയോട് പറഞ്ഞാൽ മതി, എന്റെ അടുത്ത് നിന്ന് ദൂരേക്ക് യുവിയോട് പോകാൻ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് വിഷു അവിടെ നിന്നും പോവുകയാണ്. അപ്പോൾ അവിടേക്ക് ഇൻസ്പെക്ടർ വരുന്നു. ഇൻസ്പെക്ടർ മഹിയോട് കരണിന് നീന്തൽ അറിയാമായിരുന്നു, കരൺ മദ്യപിച്ചിട്ടില്ലായിരുന്നു, ഞങ്ങളുടെ അന്വേഷണത്തിൽ ഞങ്ങൾക്ക് കരണിന്റെ ഡ്രസ്സിൽ നിന്ന് ഒരു കമ്മൽ കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഇൻസ്പെക്ടർ കയ്യിലിരിക്കുന്ന കമ്മൽ മഹിക്ക് കാണിച്ചു കൊടുക്കുകയാണ്. അത് കാണുന്ന വിഷു ടെൻഷൻ അടിച്ച് നിൽക്കുന്നത് ബേല ശ്രദ്ധിക്കുകയാണ്. മഹി ഇൻസ്പെക്ടറോട് അന്നത്തെ ഫംഗ്ഷന്റെ കുറച്ച് ഫോട്ടോസ് ഉണ്ട്, ആ ഫോട്ടോസ് ചെക്ക് ചെയ്താൽ ആരാണ് ഈ കമ്മലിന്റെ ഉടമയെന്ന് അറിയാൻ കഴിയുമെന്ന് പറയുകയാണ്. ഈ സമയം ബേല വിഷിനെ ശ്രദ്ധിക്കുന്നത് വിഷു കാണുന്നു. വിഷു പേടിച്ച് നിൽക്കുന്നത് കാണുന്ന ബേലയ്ക്ക് ഡൗട്ട് തോന്നുകയാണ്. ശേഷം എല്ലാവരും ഫോട്ടോസ് കാണാൻ വേണ്ടി നിൽക്കുകയാണ്. അവിടെ അടുത്തായി മാറി വിഷു നിൽക്കുകയാണ്. വിഷുവിനെ നോക്കി നിൽക്കുകയാണ് ബേല. ബേല നോക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്ന വിഷു മഹാദേവനെ പ്രാർത്ഥിച്ച് നിൽക്കുകയാണ്. ഈ പ്രശ്നം മറികടക്കാനുള്ള എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരാൻ പറയുകയാണ് വിഷു. ശേഷം വിഷു ക്യാൻഡിൽ വെച്ചിരിക്കുന്ന സ്റ്റാൻഡ് നീക്കി പ്രൊജക്ടറിന്റെ അടുത്തേക്ക് വയ്ക്കുകയാണ്. വിഷുവിന്റെ ഫോട്ടോ പ്രൊജക്ടറിൽ ഡൗൺലോഡായി വരുന്ന സമയം അവിടെ തീ പിടിക്കുകയാണ്. തീ കാണുന്ന എല്ലാവരും പേടിച്ച് അലറി വിളിക്കുകയാണ്. എല്ലാവരുടെയും ശ്രദ്ധ മാറുന്ന സമയം നോക്കി വിഷു പ്രൊജക്ടറിലുള്ള വിഷുവിന്റെ ഫോട്ടോ ഡിലീറ്റ് ചെയ്യുകയാണ്. ഡിലീറ്റ് ചെയ്ത് വിഷു തിരിയുന്നതും വിഷുവിന്റെ മുന്നിൽ ബേല നിൽക്കുന്നു. ബേല വിഷുവിനെ തന്നെ നോക്കി നിൽക്കുന്നത് കാണുന്ന വിഷു ബേലയോട് വിഷമം ഉണ്ടായെങ്കിൽ വേദന ഉണ്ടാവില്ല, എല്ലാം മാഞ്ഞു പോകുമെന്ന് പറഞ്ഞിട്ട് വിഷു അവിടെ നിന്നും പോവുകയാണ്. വിഷു പറഞ്ഞതൊന്നും മനസ്സിലാവാതെ നിൽക്കുകയാണ് ബേല. അടുത്ത സീനിൽ ബേല യുവിയോട് യുവിയുടെ ഗസ്റ്റ് ആയ വിഷുവിന് എന്തോ പ്രോബ്ലം ഉണ്ട്, തീ കത്തുന്നതിന് മുമ്പ് പ്രൊജക്ടറിൽ കണ്ടത് വിഷിന്റെ ഫോട്ടോ ആയിരുന്നു എന്നൊക്കെ പറയുകയാണ് ബേല. അതെല്ലാം കേൾക്കുന്ന യുവി ബേലയോട് നിനക്ക് വിഷിനോട് ജലസ് ആണ്, അതുകൊണ്ടാണ് വിഷിനെ കുറിച്ച് ഇങ്ങനെയെല്ലാം പറയുന്നത്, നമ്മൾ വിവാഹം കഴിക്കാൻ പോകുന്നവരാണ്, എന്നാലും നീ എനിക്ക് കിസ് പോലും തന്നിട്ടില്ല എന്നൊക്കെ പറയുകയാണ് യുവി. നമ്മുടേത് അറേഞ്ച്ഡ് മാരേജ് ആണ്, നിങ്ങൾക്ക് എന്നെ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു, വിവാഹം ആലോചിച്ചു, ഞാൻ അക്സെപ്റ്റ് ചെയ്തു, സാധാരണ എല്ലാ അറേഞ്ച് മാരേജിൽ നടക്കുന്നത് പോലെയാണ് നമ്മുടെ ഇടയിൽ നടക്കുന്നത്, വിഷു എന്തോ മറച്ചു വെക്കുന്നുണ്ട്, നമുക്ക് ആർക്കും അറിഞ്ഞുകൂടാത്ത എന്തോ ഉണ്ട് എന്നൊക്കെ വിഷിനെ പറ്റി ബേല പറയുന്നത് കേൾക്കുന്ന യുവി ഇതെല്ലാം കേൾക്കുമ്പോൾ ബോറിംഗ് ആയതുപോലെ തോന്നുകയാണ്. എനിക്ക് അതിനെ കുറിച്ചൊന്നും അറിയണ്ട, എനിക്ക് ഇപ്പോൾ ഒരു കാര്യം വേണമെന്ന് പറഞ്ഞ് യുവി ബേലയെ ചേർത്ത് പിടിച്ച് കിസ് ചെയ്യാൻ പോകുമ്പോൾ അവിടെ സുഹാനി വരുന്നു. സുഹാനിയെ കാണുന്ന യുവി പിന്നെയും മിസ്സാക്കി എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ദേഷ്യത്തോടെ പോകുന്നു. യുവിയെ കണ്ടത് കൊണ്ട് സുഹാനി അവിടെ നിന്നും പോകുന്നു. വിഷിനെ കുറിച്ച് പറഞ്ഞിട്ട് ആരും വിശ്വസിക്കാത്തത് കൊണ്ട് കൺഫ്യൂഷനിലും ടെൻഷനിലും നിൽക്കുകയാണ് ബേല. അടുത്ത സീനിൽ ബേലയും സുഹാനിയും ഫ്രണ്ട്സും കൂടി കാറിൽ ഹോട്ടലിലേക്ക് വരികയാണ്. വരുന്ന വഴി ഫ്രണ്ട്സ് സുഹാനിയോട് പ്രഥമ പ്രപ്പോസ് ചെയ്തത് എങ്ങനെയെന്നൊക്കെ ചോദിച്ച് കളിയാക്കുകയാണ്. ശേഷം ബേലയോട് യുവി പ്രപ്പോസ് ചെയ്തത് എങ്ങനെയാണെന്ന് ചോദിക്കുകയാണ്. അത് കേൾക്കുന്ന ബേല യുവി സുമി ആന്റിയോട് പറഞ്ഞു, സുമി ആന്റി മുൻഷി അങ്കിളിനോട് പറഞ്ഞു, മുൻഷി അങ്കിൾ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ എന്നോട് പറഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ കേട്ടിട്ട് വിശ്വസിക്കാതിരിക്കുകയാണ് ഫ്രണ്ട്സ് ബേലയെ നോക്കുന്നത് കാണുന്ന ബേല ഞാൻ പറഞ്ഞതെല്ലാം സത്യമാണെന്ന് പറയുകയാണ്. ആ സമയം ക്ഷേത്രം കാണുന്ന ഫ്രണ്ട്സ് ആ ക്ഷേത്രത്തിന്റെ പ്രത്യേകതയെക്കുറിച്ച് TV ന്യൂസിലും ന്യൂസ് പേപ്പറിലും പറഞ്ഞു കേട്ടിട്ടുണ്ടെന്ന് പറയുകയാണ്. നാഗവും നാഗകന്യകയും മഹാദേവന്റെ ആശീർവാദം കിട്ടാൻ വേണ്ടി ഈ ക്ഷേത്രത്തിലാണ് വരാറുള്ളതെന്ന് പറയുന്ന സമയം അവരുടെ കാറിന് മുന്നിൽ അരവിന്ദ് വരുന്നു. പെട്ടെന്ന് അവരുടെ കാറിന് മുന്നിൽ അയാൾ വരുന്നത് കാണുന്ന അവരെല്ലാവരും പേടിച്ചു പോവുകയാണ്. കാറിന്റെ അടുത്ത് വരുന്ന അരവിന്ദിനെ ബേലയും സുഹാനിയും വഴക്കു പറയുകയാണ്. ഞങ്ങൾ കാരണമാണ് നിങ്ങളുടെ ജീവൻ രക്ഷപ്പെട്ടതെന്ന് സുഹാനി പറയുമ്പോൾ നിങ്ങൾ നിങ്ങളെ രക്ഷപ്പെടുത്താൻ നോക്ക്, ഈ വഴി മുന്നോട്ട് പോകരുതെന്ന് പറയുകയാണ് അരവിന്ദ്. നിങ്ങൾക്ക് തലയ്ക്ക് സുഖമില്ലേ, ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടൽ ആ വഴിയിലാണ്, നാളെ ഞങ്ങളുടെ വിവാഹമാണ് നടക്കാൻ പോകുന്നത് എന്ന് സുഹാനി പറയുന്നത് കേൾക്കുന്ന അരവിന്ദ് ഇവിടെ ഒരു വിവാഹവും നടക്കില്ല,
പറ്റില്ല. എല്ലാ ദിവസവും മരണങ്ങളാണ് അവിടെ സംഭവിക്കാൻ പോകുന്നത്. അവിടെ ഒരു നാഗത്തിന്റെ ശാപമുണ്ട്. ആ ശാപം കാരണം കുറെ മരണങ്ങൾ നടക്കും. ഒരിക്കലും ഒരു നാഗവും അവരുടെ പ്രതികാരം മറന്നു പോവില്ല എന്ന് പറയുകയാണ്. അയാൾ പറയുന്നതൊന്നും വിശ്വസിക്കാതെ അവർ നിൽക്കുമ്പോൾ അവരുടെ കാറിന്റെ പുറകിലായി ആർജയും കുഹുവും വരുന്നു. ആർജെ എന്തിനാണ് റോഡിൽ നിൽക്കുന്നതെന്ന് അവരോട് ചോദിക്കുകയാണ്. അത് കേൾക്കുന്ന അവരെല്ലാവരും ആർജയോട് ഇവിടെ ഒരാൾ റോഡിന്റെ നടുക്ക് നിന്ന് എന്തൊക്കെയോ കഥകൾ പറയുന്നു എന്ന് ആർജയോട് പറഞ്ഞിട്ട് അവരെല്ലാവരും തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ അയാളെ കാണാനില്ല. അയാളെ അവിടെ കാണാത്തത് കാണുന്ന അവരെല്ലാവരും കൺഫ്യൂഷനിൽ നിൽക്കുകയാണ്. തലയ്ക്ക് സുഖമില്ലാത്ത ആളായിരിക്കും, നമുക്ക് ഇവിടെ നിന്ന് പോകാം, ആളുകളെ വിശ്വസിപ്പിക്കാൻ എന്തൊക്കെയോ ഉള്ള കഥകൾ പറഞ്ഞുണ്ടാക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് സുഹാനിയും ബേലയും ഫ്രണ്ട്സും കാറിൽ കയറി അവിടെ നിന്ന് പോകുന്നു. പുറകെ ആർജയും പോകുന്നു. അവർ പോകുന്നത് കാണുന്ന മരത്തിലിരിക്കുന്ന നാഗ ഇഴിഞ്ഞ് താഴെ വന്ന് അരവിന്ദായി മാറിയിട്ട് ഇവിടെ ഇവർ തിരിച്ചു വന്നത് ഒട്ടും ശരിയായില്ല എന്ന് പറയുകയാണ്. ശേഷം ഹോട്ടലിന്റെ മുകളിൽ നിന്ന് വിഷ് എന്ന വിശാഖ ക്ഷേത്രത്തിലേക്ക് നോക്കി നിൽക്കുകയാണ്. വിശാഖ ഒരു ഫ്ലാഷ് ബാക്ക് ഓർമ്മിക്കുകയാണ്. വിക്രാന്ത് മരിച്ച ശേഷം റൂഹി അഹോരിയുടെ അടുത്ത് പോകുന്നു. വിഷമിച്ച് കരയുന്ന റൂഹിയോട് നിനക്ക് ഇനി ഈ മുഖം തിരിച്ചു കിട്ടില്ല, മഹാദേവൻ വിചാരിച്ചാൽ നിനക്ക് ഒരു പുതിയ മുഖം കിട്ടും, അതിന് നിനക്ക് മഹാദേവന്റെ വരദാനം കിട്ടണം എന്ന് പറയുകയാണ്. അത് കേട്ട് കരഞ്ഞുകൊണ്ട് റൂഹി മഹാദേവനോട് പുതിയൊരു മുഖം തരണമെന്നും ഈ വരദാനം എനിക്ക് മഹാദേവൻ തന്നേ പറ്റൂ, എനിക്ക് എന്റെ പ്രതികാരം ചെയ്ത് തീർക്കണം, ഞാൻ ആരെയും വെറുതെ വിടില്ല എന്ന് റൂഹി അലറി വിളിച്ച് പറയുകയാണ്. ഈ സമയം പ്രസന്റിൽ ബേലയും സുഹാനിയും വരുന്നു. ബേല ഹോട്ടലിന്റെ മുകളിൽ നിന്ന് വിശാഖ നോക്കുന്നത് കാണുന്നു. വിശാഖ നോക്കി നിൽക്കുന്നതിൽ ഡൗട്ട് തോന്നുന്ന ബേല സുഹാനിയോട് ഹോട്ടലിന്റെ മുകളിലേക്ക് നോക്കാൻ പറയുകയാണ്. ബേല പറഞ്ഞതുപോലെ സുഹാനി ഹോട്ടലിന്റെ മുകളിലേക്ക് നോക്കുമ്പോൾ അവിടെ ആരെയും കാണാത്തത് കാണുന്ന സുഹാനി ആ കാര്യം ബേലയോട് പറയുകയാണ്. ബേല വിശാഖയാണ് കണ്ടതെന്ന് സുഹാനിയോട് പറയുമ്പോൾ അത് കേൾക്കുന്ന സുഹാനി ബേലയോട് നിനക്ക് വിശാഖയോട് ചെറിയൊരു ജലസുണ്ട്, അതുമല്ല യുവിയോട് സ്നേഹം കൂടിയിട്ടുമുണ്ട്, അതുകൊണ്ടാണ് യുവി വിശാഖയുടെ അടുത്ത് പോകുമ്പോൾ നിനക്ക് വിഷമം തോന്നുന്നത് എന്ന് പറയുകയാണ്. അത് കേൾക്കുന്ന ബേല എനിക്ക് യുവിയോട് അങ്ങനെ ഒരു ഇഷ്ടവുമൊന്നും തോന്നിയിട്ടില്ല എന്ന് പറയുന്ന സമയം അവിടെ വരുന്ന ഫ്രണ്ട്സ് അവരെ രണ്ടുപേരെയും വിളിച്ചുകൊണ്ട് ഹോട്ടലിന്റെ അകത്തേക്ക് പോകുന്നു. ഹോട്ടലിന്റെ അകത്തേക്ക് പോകുന്ന ബേലയുടെ മുഖം മഹി ശ്രദ്ധിക്കുകയാണ്. ഈ സമയം വിശാഖ നിങ്ങൾ ആരും രക്ഷപ്പെടില്ല, നിങ്ങൾ എല്ലാവരും ഒരു നാഗകന്യകയുടെ സ്നേഹത്തെ ഇല്ലാതാക്കി, 100 വർഷത്തിൽ ഒരിക്കൽ ഒരു പ്രാവശ്യം ഒരുമിക്കാനുള്ള ദിവസമായിരുന്നു അന്ന്, ഓരോരുത്തരായി ഞാൻ കൊല്ലും, ഞാൻ ആരെയും വെറുതെ വിടില്ല എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ നിൽക്കുകയാണ് വിശാഖ. യുവിയും ആദിയും റിഹാനും എല്ലാവരും ഹോട്ടലിൽ വരുന്നത് കാണുന്ന വിശാഖയ്ക്ക് അന്ന് റൂഹിക്ക് സംഭവിച്ചത് ഓർമ്മ വരികയാണ്. റൂഹിയെ അവരെല്ലാവരും കൂടി കാട്ടിന്റെ അകത്ത് കൂടി വലിച്ചിഴച്ചു കൊണ്ടുപോയതും വിക്രാന്തിനെ കൊക്കയിലേക്ക് തള്ളിയിട്ടതും ഓർമ്മ വരികയാണ്. അതെല്ലാം ഓർമ്മിക്കുന്ന വിശാഖ ദേഷ്യത്തോടെ നിൽക്കുകയാണ്. തുടർന്ന് ഹോട്ടലിന്റെ അകത്ത് കയറുന്ന ബേലയോട് മഹി എന്തെങ്കിലും ടെൻഷനോ പ്രോബ്ലംസോ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. അത് കേൾക്കുന്ന ബേല മഹിയോട് വിശാഖ എന്തിനാണ് ഇവിടെ ചുറ്റി നടക്കുന്നത്, വിശാഖയെ ആരാണ് വിളിച്ചത്, വിശാഖ കാരണം എന്തോ സംഭവിക്കാൻ പോകുന്നത് പോലെ ചിലപ്പോൾ എനിക്ക് തോന്നാറുണ്ട് എന്നൊക്കെ പറഞ്ഞ് കരയുകയാണ് ബേല. അത് കേൾക്കുന്ന മഹി ഞാൻ കൂടെയുണ്ട്, നിങ്ങളുടെ ഇടയിൽ ആരും വരില്ല എന്നൊക്കെ പറഞ്ഞ് മഹി ബേലയെ സമാധാനിപ്പിക്കുകയാണ്. അപ്പോൾ ബേല വരുന്ന വഴി നടന്ന കാര്യങ്ങളും അരവിന്ദ് പറഞ്ഞ നാഗത്തിന്റെ ശാപത്തിനെ കുറിച്ചും പ്രതികാരത്തിനെ കുറിച്ചും പറയുകയാണ്. അതെല്ലാം ആ വഴി പോകുന്ന സൈക്കിൾ കേൾക്കുന്നു. സൈക്കിൾ ബേലയോട് ഈ കാര്യങ്ങൾ ഇനി ഇവിടെ സംസാരിക്കരുത്, ആ ക്ഷേത്രത്തിലും പാലസിലും ഒരു കുഴപ്പവുമില്ല, ആരോട് ഇതുപോലുള്ള കാര്യങ്ങൾ പറയരുത്, ഇപ്പോൾ ഇൻവെസ്റ്റേഴ്സ് ഇവിടെ വരും, അവർ ഇതിനെ കുറിച്ചൊന്നും അറിയാൻ പാടില്ല, ഈ കുടുംബത്തിലെ മരുമകളാണ്, റെസ്പോൺസിബിലിറ്റീസ് മറക്കരുതെന്ന് പറയുകയാണ്. അത് കേൾക്കുന്ന മഹി സൈക്കിളിനെ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നു. ബേല വിഷമിച്ച് നിൽക്കുന്നത് കാണുന്ന മഹി ബേലയോട് ഡാഡി വെഡിങ്ങിന്റെ ടെൻഷനിലും ഇൻവെസ്റ്റേഴ്സ് വരുന്നതിന്റെ ടെൻഷനിലുമാണ്, വിഷമിക്കേണ്ട, ഞാൻ എല്ലാം നോക്കിക്കൊള്ളാം എന്ന് പറയുന്നത് കേൾക്കുന്ന ബേല അവിടെ നിന്നും പോകുന്നു. അപ്പോൾ മഹിയുടെ അടുത്തുകൂടി പോകുന്ന വിശാഖ മഹിയോട് പൂർത്തിയാക്കാൻ കഴിയാത്ത വാക്ക് ആർക്കും കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും പോകുന്നു. വിശാഖ പറഞ്ഞത് മനസ്സിലാകാതെ മഹി വിശാഖ പോകുന്നത് നോക്കി നിൽക്കുകയാണ്. ശേഷം അവിടെ മ്യൂസിക്കും ഡാൻസും സ്റ്റാർട്ട് ചെയ്യുകയാണ്. ആദ്യം പേരൻസും എല്ലാവരും ഡാൻസ് ചെയ്യുകയാണ്. ഡാൻസിനിടയിൽ യുവി വിശാഖയെ നോക്കി ലൈൻ അടിച്ചു നിൽക്കുകയാണ്. ഇതിനിടയിൽ സൈക്കിൾ ശേഖറിനോട് സൈക്കിളിന്റെ ആഗ്രഹമാണ് സൈക്കിളിന്റെ പേരിൽ ഒരു വലിയ ഹോട്ടൽ വേണമെന്ന്, അതിന് ആരും തടസ്സമുണ്ടാക്കരുതെന്ന് പറയുകയാണ്. സൈക്കിളിന്റെ കൂടെ ശേഖർ ഉണ്ടാകുമെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും സന്തോഷത്തോടെ മദ്യപിക്കുകയാണ്. ആ സമയം അവിടേക്ക് ശരീരം മുഴുവൻ കരിവാരി തേച്ചുകൊണ്ട് പൗർണമി അവിടേക്ക് വരുന്നു. പൗർണമി ആ കോലത്തിൽ കണ്ട് എല്ലാവരും അന്തം വിട്ട് നിൽക്കുകയാണ്. സൈക്കിൾ പൗർണമിയോട് ഈ ഫംഗ്ഷന് ഇങ്ങനെ ഒരു കോലം കെട്ടി വന്നത് എന്തിനാണെന്ന് ചോദിക്കുകയാണ്. ഈ ഫംഗ്ഷന് പല പല ടൈപ്പിലുള്ള ആളുകളല്ലേ വരുന്നത്, അവരുടെ ദുഷ്ടകണ്ണ് നമ്മുടെ ഫാമിലിക്ക് ഏൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പൂജാരി പറഞ്ഞതുപോലെ ഇങ്ങനെ ചെയ്തതെന്ന് പറയുകയാണ്. ആ സമയം അവിടേക്ക് പൂജാരി വരുന്നു. പൂജാരിയുടെ അടുത്ത് പോകുന്ന പൗർണമിയെ കണ്ട് പൂജാരി ഞെട്ടി നിൽക്കുകയാണ്. പൂജാരി പൗർണമിയോട് ഞാൻ ഒരു ചെറിയ പൊട്ട് നെറ്റിയിൽ തൊടാൻ മാത്രമല്ലേ പറഞ്ഞതെന്ന് പറയുകയാണ്. ഞാൻ വളരെ സമർത്ഥയും
ബുദ്ധിമതിയുമായതുകൊണ്ട് ഞാൻ ചെറിയ ഒരു പൊട്ട് തൊടുന്നതിന് പകരം ശരീരം മുഴുവൻ കറുപ്പാക്കി. അപ്പോൾ ആരുടെ കണ്ണും നമ്മുടെ വീടിനെ ഏൽക്കില്ല. എന്നെ ഒരു കണ്ണടച്ച് ആരെങ്കിലും കാണിച്ചാൽ ഞാൻ അവരെ തിരിച്ച് രണ്ട് കണ്ണടച്ച് കാണിക്കും. അങ്ങനെയാണ് ഞാൻ. പൂജാരി പാർട്ടി എൻജോയ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് പൗർണമി അവിടെ നിന്നും പോകുന്നു. ഇതെല്ലാം കാണുന്ന ശേഖറിന്റെ വൈഫിനോട് ശേഖർ സൈകളുടെ രണ്ട് വൈഫും സൈകളുടെ കൂടെ ഉണ്ടെന്ന് പറയുകയാണ്. അത് കേട്ട് ശേഖറിന്റെ വൈഫും അവിടെ നിന്ന് പിണങ്ങി പോകുന്നു. ഈ സമയം അവിടേക്ക് ഇൻവെസ്റ്റേഴ്സ് വരികയാണ്. ഇൻവെസ്റ്റേഴ്സ് പൗർണമിയെ കണ്ടാൽ ശരിയാവില്ല എന്ന് സൈകൾ പറയുന്നത് കേൾക്കുന്ന മഹി ഡാൻസ് ചെയ്യുന്ന പൗർണമിയുടെ അടുത്ത് പോയിട്ട് പൗർണമിയോട് പൂജാരി വിളിക്കുന്നുണ്ടെന്ന് പറയുകയാണ്. അത് കേൾക്കുന്ന പൗർണമി അവിടെ നിന്ന് പോകുന്നു. ശേഷം സൈകളും മഹിയും കൂടി ഇൻവെസ്റ്റേഴ്സിന്റെ കൂടെ പാലസ് കാണിക്കാൻ വേണ്ടി പോകാൻ തുടങ്ങുമ്പോൾ യുവിയും വിശാഖയും ഡാൻസ് ചെയ്യുന്നത് മഹി കാണുന്നു. അവിടെ അടുത്തായി അതെല്ലാം കണ്ടുകൊണ്ട് ബേല വിഷമിച്ച് നിൽക്കുന്നതും മഹി കാണുന്നു. അതെല്ലാം കാണുന്ന മഹി സൈകളിനോട് ഒരു കാര്യം ചെയ്തു തീർക്കാനുണ്ട്, അത് കഴിഞ്ഞ് ഞാൻ പുറകെ വരാമെന്ന് പറയുകയാണ്. അത് കേൾക്കുന്ന സൈകൾ ഇൻവെസ്റ്റേഴ്സിന്റെ കൂടെ അവിടെ നിന്ന് പോകുന്നു. തുടർന്ന് മഹി ഡാൻസ് ചെയ്യുന്ന യുവിയുടെ അടുത്ത് പോയിട്ട് വിശാഖയുടെ അടുത്ത് നിന്ന് യുവിയെ പിടിച്ചുകൊണ്ട് ബേലയുടെ അടുത്ത് കൊണ്ടുപോയിട്ട് ബേലയുടെ കയ്യിൽ യുവിയുടെ കൈ ചേർത്ത് വയ്ക്കുകയാണ്. ഇതെല്ലാം കാണുന്ന വിശാഖ മാറി നിന്ന് മദ്യപിക്കുകയാണ്. മദ്യപിക്കുമ്പോഴും വിശാഖ എന്റെ അടുത്ത ലക്ഷ്യം യുവിയാണെന്ന് പറയുകയാണ്. അടുത്ത സീനിൽ ഓൾഡ് പാലസിൽ സൈകളും മഹിയും ഇൻവെസ്റ്റേഴ്സിനെ വിളിച്ചുകൊണ്ട് വരികയാണ്. അവിടെ വരുന്ന അവർ സ്ഥലമെല്ലാം നോക്കുകയാണ്. പാലസിന്റെ ഡോർ തുറക്കുന്ന അരവിന്ദ് പുറത്തു നിന്ന് വരുന്നവരെ പാലസിന്റെ അകത്ത് കയറ്റുന്നത് അവരുടെ ജീവന് തന്നെ ആപത്താണെന്ന് പറയുകയാണ്. അതൊന്നും വിശ്വസിക്കാത്ത സൈകൾ ദേഷ്യത്തോടെ നിൽക്കുകയാണ്. വിശാഖയുടെ ലക്ഷ്യം നടക്കുമോ അതോ യുവിയുടെയും ബേലയുടെയും വിവാഹം നടക്കുമോ? കരണിന് എന്താണ് സംഭവിച്ചത്? ഇതെല്ലാം അറിയാൻ അടുത്ത എപ്പിസോഡ് ഇടുന്നവരെ വെയിറ്റ് ചെയ്യണേ. താങ്ക്